പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമകാരുണ്യവനായ തമ്പുരാൻ്റെ മുമ്പിൽ ഏറ്റവും സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം നമുക്കായിരിക്കാം. അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും നമ്മുടെ അനുദിന ജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങളിലേക്കും നമ്മെ സ്നേഹപൂർവ്വം ചേർത്ത് നിർത്തുകയും ചെയ്യുന്നു. ഈ പരമദീപികാനത്തിന് മുമ്പിലായിരിക്കുമ്പോൾ ഇന്നേ ദിവസം ലോകസമാധാനത്തിനായി ഉപവാസ പ്രാർത്ഥനാ ദിനം ആചരിക്കുവാനായിട്ട് പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ കത്തോലിക്ക വിശ്വാസികളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ലോകസമാധാനത്തിനു വേണ്ടി നമുക്കൊന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കാം. ഓരോ പരിശുദ്ധ കുർബാനയിലും സമാധാനം നിങ്ങളോടുകൂടെ എന്നുള്ള പ്രത്യേകമായ ആശീർവാദം നമുക്ക് ലഭിക്കുന്നതാണ്. ഇന്ന് നാം പങ്കെടുക്കുന്ന പരിശുദ്ധ കുർബാനയിൽ അല്ലെങ്കിൽ നാം ഇന്ന് പങ്കെടുത്ത പരിശുദ്ധ കുർബാനയുടെ യോഗ്യതയിൽ അവിടെ ആശംസിക്കപ്പെടുന്ന 3 സമാധാനാശംസകളുണ്ട്. പുരോഹിതൻ ആദ്യം വിശുദ്ധ ഗ്രന്ഥം കൊണ്ട് ബലിപീഠത്തിൽ നിന്നും ബമായിലേക്ക് വന്ന് വിശുദ്ധ ഗ്രന്ഥം കൊണ്ട് സമാധാനം ആശംസിക്കുന്നുണ്ട്. സ്വർഗത്തിൽ നിന്നും ഈശോ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നൽകുന്ന സമാധാനത്തെ സ്നേഹപൂർവ്വം നമ്മെ ഓർമ്മിപ്പിക്കുന്ന, അതുപോലെ തന്നെ രണ്ടാമത് സുവിശേഷ വായനയും പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് വിശ്വാസപ്രമാണമെല്ലാം കഴിഞ്ഞ് ബലിപീഠത്തെങ്കിലേക്ക് എത്തി അവിടെ നിന്നും വീണ്ടും വിശുദ്ധ ബലിപീഠത്തെങ്കിൽ ഇടത് കൈ വെച്ച് വലത് കൈ കൊണ്ട് ജനത്തെ മുഴുവനും പുരോഹിതൻ ആശീർവദിച്ചുകൊണ്ട് ഒരു സമാധാനാശംസ നൽകുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ ആശംസ, സമാധാനാശംസ. മൂന്നാമതായി നാം കാണുന്നത് പുരോഹിതൻ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാന തൻ്റെ ഉള്ളിലേക്ക് സ്വീകരിക്കുന്നതിന് മുമ്പ് വിശുദ്ധ കുർബാന ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് സമാധാനം നിങ്ങളോട് കൂടെ എന്ന് പറഞ്ഞ് വീണ്ടും ആശംസിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആശംസിക്കുന്ന മൂന്നാമത്തെ സമാധാന ആശംസകൾ. വീണ്ടും വിശുദ്ധ കുർബാനയിൽ ശുശ്രൂഷ എപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ, നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെയെന്ന്. അങ്ങനെ ഏറ്റവും കൂടുതൽ സമാധാനത്തിലേക്ക് ആശംസയിലേക്ക് എപ്പോഴും നമ്മൾ ചേർത്ത് നിർത്തുന്നത് ഈശോയുടെ ബലിയാവുന്ന ആ പരിശുദ്ധ കുർബാന തന്നെയാണ്. കൽവരിയിലെ വലിയൊരു സമാധാനത്തിൻ്റെ ഒരു ആത്മീയത സൃഷ്ടിക്കപ്പെടുന്നതായി നാം കാണുന്നുണ്ട്. മറ്റുള്ള എല്ലാവരും കുറ്റം വിധിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിനെ കുരിശിലേറ്റിയപ്പോൾ ഈശോ അവിടെ ആഹ്വാനം ചെയ്യുന്നത് ഒരു കലാപത്തിനുള്ള ആഹ്വാനമല്ല, മറിച്ച് സമാധാനത്തിനുള്ള ആഹ്വാനം ഈശോ നൽകുന്നുണ്ട്. അത് ഈശോയുടെ പ്രാർത്ഥനയായിട്ടാണ് നമ്മളവിടെ കാണുക. പിതാവ്, ഇവർ ചെയ്യുന്നു എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ളത്. സമാധാനത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമെന്ന് പറയുന്നത് ക്ഷമിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പ ഇന്ന് സമാധാനത്തിന് വേണ്ടി നമ്മളോട് ഉപവസിക്കാൻ പറയുമ്പോഴും നമുക്ക് ഏറ്റവും അത്യാവശ്യമായി ചെയ്യാൻ സാധിക്കുന്നത് ആരോടൊക്കെയാണോ ക്ഷമിക്കാനുള്ളത് അവരോടെല്ലാം ഹൃദയപൂർവ്വം ഈശോയുടെ നാമത്തിൽ നമുക്ക് ക്ഷമിക്കാം. ഒരുപക്ഷെ നമ്മൾ അവരോട് മോശമായി സംസാരിച്ചിട്ടുണ്ടാവാം, നമ്മുടെ ജീവിതത്തിൽ വേദനകളുണ്ടായപ്പോൾ നമ്മൾ സംസാരിച്ചത് കൊണ്ടാവാം. ഒരുപക്ഷെ അവർ നമ്മോട് അതുപോലെ നമ്മെ വേദനിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും അതുപോലെ നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിക്കുകയും ചെയ്തുകൊണ്ടായിരിക്കാം നമുക്ക് അവരോട് ക്ഷമിക്കാൻ സാധിക്കാത്തത്. എന്തായാലും ഈശോയുടെ നാമത്തിൽ ഈശോയ്ക്ക് വേണ്ടി, ലോകസമാധാനത്തിന് വേണ്ടി നമുക്കൊന്ന് ക്ഷമിക്കാം. എല്ലാവരോടും ആരോടൊക്കെ ക്ഷമിക്കാനുണ്ടോ അവരോടെല്ലാം ക്ഷമ ചോദിക്കാം. ഈശോയുടെ നാമത്തിൽ
ഈശോയുടെ നാമത്തിൽ നമുക്ക് ക്ഷമിക്കാം. ഈശോ പഠിപ്പിച്ച വലിയൊരു പ്രാർത്ഥനയും അതങ്ങനെയാണല്ലോ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളോടും ക്ഷമിക്കണമേ. അപ്പോൾ നമ്മുടെ കൂടെ ആവശ്യമാണ് ക്ഷമിക്കുക എന്നുള്ളത്. നമ്മൾ ക്ഷമിക്കുമ്പോൾ, ക്ഷമ കൊടുക്കുമ്പോൾ ഒത്തിരി രോഗങ്ങളിൽ നിന്നും പിന്മാറാനായിട്ട് സാധിക്കും. ഒത്തിരി സൗഖ്യം നമുക്ക് ലഭിക്കും. നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന വിഷമം, നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന സങ്കടം അത് രോഗമായി മാറാം. ക്ഷമിക്കാം, നമുക്ക് ഹൃദയപൂർവ്വം ക്ഷമിക്കാം. അങ്ങനൊരു ആത്മീയതയുടെ പുതിയ തലങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. അപ്പോഴേ നമുക്കൊരു അനുഭവവേദ്യമാകുന്ന ഒരു ആത്മീയമായ വളർച്ച നമ്മുടെ ജീവിതത്തിലുണ്ടാവുകയുള്ളൂ. ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ ആരോടൊക്കെയാണോ ക്ഷമിക്കാനായിട്ടുള്ളത് അവരോടെല്ലാം ക്ഷമിക്കുന്നു. ക്ഷമ ചോദിക്കാനുള്ളവരോടെല്ലാം ക്ഷമ ചോദിക്കുന്നു. ക്ഷമ കൊടുക്കാനുള്ളവർക്കെല്ലാം ക്ഷമ കൊടുക്കുന്നു. ഈശോയെ, നിൻ്റെ നാമത്തിൽ ഒരു മനുഷ്യനെന്ന നിലയിൽ, ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പലപ്പോഴും സാധിക്കുന്നില്ല. പക്ഷേ ഈശോയെ, പാടുപാവങ്ങളില്ലാത്തവൻ പാടുപീടകൾ സഹിച്ച് എന്നെ രക്ഷയിലേക്ക് കൈപിടിച്ചുയർത്തിയതുപോലെ എൻ്റെ ജീവിതത്തിൽ കുറവുകളൊക്കെ ധാരാളമുണ്ട്. അപ്പോൾ എനിക്ക് വിട്ടുകൊടുക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ക്ഷമ ചോദിക്കുന്നതിനൊന്നും എനിക്ക് സങ്കടപ്പെടേണ്ടതില്ല. ഈശോയെ, ശക്തി നൽകണമേ, കൃപ നൽകണമേ. അങ്ങനെ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും സൗഖ്യം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ മനസ്സിലെ മുറിവുകളെ നീ സൗഖ്യപ്പെടുത്തുമ്പോൾ ഞങ്ങളുടെ ശരീരത്തിൻ്റെ മുറിവുകളും വേദനകളും രോഗങ്ങളും കൂടി പരിപൂർണമായി മാറ്റപ്പെടുക ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈശോയെ, നിൻ്റെ സ്നേഹത്താൽ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ. നിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളെ ഒളിപ്പിക്കണമേ. അമ്മേ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങൾക്ക് സ്ഥാനം നൽകുകയും ചെയ്യണമേ. പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.